ആദരണീയരായ വിധികർത്താക്കളെ, ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി മിത്രങ്ങളെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ ആരാധനയുടെ ഉദ്ദേശം വിശ്വം വിജയിച്ച വിശ്വപ്രവാചകൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളുമായി അല്പം സംസാരിക്കാനാണ്. അതിനെനിക്ക് തൗഫീഖ് നൽകിയ ജഗനിയന്താവായ അല്ലാഹുവിനെ ഞാൻ സർവ്വസ്തോത്രം അർപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. സഹോദരങ്ങളെ, ചരിത്രത്തിന്റെ പടവുകളിലൂടെ കടന്നു പോകുമ്പോൾ അനവധി മഹാപുരുഷന്മാരുടെ പേരുകൾ നമുക്ക് കേൾക്കാം. കൊട്ടാരങ്ങൾ പണിത രാജാക്കന്മാരും ലോകം കീഴടക്കിയ സൈനികരും മഹത്തായ ചിഹ്നങ്ങളാൽ ലോകത്തെ വിസ്മയിപ്പിച്ച തത്വനികരും ഇവരുടെയൊക്കെ പേരുകൾ കാലത്തിന്റെ കരിമ്പൂക്കളിൽ പറന്നുപോയിരിക്കുന്നു. എന്നാൽ വിശ്വത്തിന്റെ ഹൃദയത്തിൽ അനശ്വരമായി തെളിഞ്ഞു നിൽക്കുന്ന ഒരു നാമം മാത്രമേ ഉള്ളൂ. അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സഹോദരങ്ങളെ, നബി തങ്ങൾ വിജയിച്ചത് വാളിന്റെ കരുത്ത് കൊണ്ടല്ല, മറിച്ച് ഹൃദയങ്ങളുടെ കീഴടക്കത്തിലൂടെയാണ്. കല്ലുകൊണ്ട് അടിച്ചവരുടെ ഹൃദയം ശമിച്ചു, രക്തം മാർന്നപ്പോൾ കരുണ നൽകി, തന്നെ വേളിച്ചവർക്ക് പോലും ദുആ ചെയ്തു. മക്ക വിജയദിനത്തിൽ ഇന്ന് നിങ്ങളെ ശിക്ഷിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്, നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണെന്ന് പ്രഖ്യാപിച്ച് ചരിത്രങ്ങളുടെ ഏറ്റവും മഹത്തായ പ്രഖ്യാപനമായിരുന്നു. സഹോദരങ്ങളെ, ഖുർആൻ നബിയെ ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്: വമാ അർസൽനാക റഹ്മതൽ ലിൽ ആലമീൻ. നാം താങ്കളെ സർവ്വലോകങ്ങളിലേക്കും കരുണയായി മാത്രമേ അയച്ചിട്ടുള്ളൂ. അതേ ഒരു മനുഷ്യനല്ല, ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും കരുണയായി തെളിഞ്ഞു നിന്നൊരു പ്രകാശമാണ്. സഹോദരങ്ങളെ, നബി തങ്ങൾ ഉയർത്തിപ്പിടിച്ച സന്ദേശം സമത്വത്തിന്റെ വിളിച്ചോതലായിരുന്നു. വർണ്ണത്തിനും ജാതിക്കും ദേശത്തിനും മതത്തിനും മേൽക്കോമയില്ല. മനുഷ്യനെ ഉയർത്തുന്നത് അല്ലാഹുവിന്റെ ഭയമാണെന്ന പ്രഖ്യാപനം ലോകത്തിന് അദ്ദേഹം നൽകി. അറബിക്കും അജമിക്കും വെളുപ്പിനും കറുപ്പിനും ഇടയിലുള്ള മതിലിനെ നബി തങ്ങൾ തകർത്തു. സഹോദരങ്ങളെ, വിശ്വം വിജയിക്കുക എന്നത് കൈയടക്കങ്ങളാൽ യുദ്ധങ്ങളാൽ നടക്കുന്ന കാര്യമല്ല. മനുഷ്യരുടെ മനസ്സുകളിൽ സ്ഥാനം നേടുകയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടോ കോടിക്കണക്കിന് ഹൃദയങ്ങളിൽ നിന്ന് സ്നേഹത്തിന്റെ തീ തെളിയിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ വിജയം. ഇന്ന് ലോകമെമ്പാടും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേൾക്കുമ്പോൾ കോടിക്കണക്കിന് അതിരങ്ങളിൽ നിന്ന് സ്വലാത്തിന്റെ സുഗന്ധം ഉയരുന്നു. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ തെളിവ്. സഹോദരങ്ങളെ, ഇവിടെ വിജയം സമ്പൂർണ്ണമാണ്. തങ്ങൾ ആത്മാവിൽ വിജയം നൽകി, ഹൃദയങ്ങൾക്ക് സമാധാനം നൽകി, സമൂഹത്തിന് വിജയം നൽകി, സഹോദരത്വം സ്ഥാപിച്ചു. അദ്ദേഹം ഭരണത്തിന് വിജയം നൽകി, നീതിയുടെയും കരുണയുടെയും ഭരണകൂടം തെളിയിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും അനാഥർക്കും വിജയം നൽകി, അവകാശങ്ങൾ ഉറപ്പിച്ചു. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഒരേ ഒരു സന്ദേശത്തിലേക്കാണ് ക്ഷണിക്കുന്നത്, നീതിയുടെയും കരുണയുടെയും സന്ദേശത്തിലേക്കാണ്. ഈ ലോകം ഇന്നും കലഹങ്ങളിലും യുദ്ധങ്ങളിലും മുങ്ങിക്കിടക്കുമ്പോൾ പ്രവാചകന്റെ സന്ദേശം മാത്രമാണ് മനുഷ്യരാശിയെ രക്ഷിക്കാൻ ശേഷിയുള്ളത്. അതുകൊണ്ട് ചരിത്രവും ഇന്നത്തെ ലോകവും ഒരേ സ്വരത്തിൽ പ്രഖ്യാപിക്കുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വം വിജയിച്ച പ്രവാചകൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.